അംറു ബിൻ ഹജിർ കിൽദയിലെ രാജാവാണ്. നന്നേ ചെറുപ്പമാണ്, കാഴ്ചയിൽ സുമുഖനാണ്. ഇണയെ തേടി അംറ് ഒടുവിൽ ഔഫ് ബിൻ മസ്ല മുഷൈബാനിക്കരികിലെത്തി. അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രി ഉമ്മു ഇയാസിനെ പെണ്ണുകണ്ടു. നല്ല കുട്ടി, ഇഷ്ടപ്പെട്ടു. കല്യാണനാൾ പെട്ടെന്ന് പറന്നു വന്നു. ഉമ്മു ഇയാസിനെ സ്വന്തം ഉമ്മ ഉമാമ മുറിക്കകത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഉപദേശിച്ചു: കുഞ്ഞുമോളെ, നീ നാളെ മുതൽ ഈ അന്തരീക്ഷം വിടുകയാണ്. നീ ജനിച്ചു വളർന്ന നിൻ്റെ ഈ വീടിനെ വിടുകയാണ്. ഏതൊരു പെണ്ണിൻ്റെയും വിധിയാണത്. ഒരു പെണ്ണിന് ഭർത്താവിനെ കൂടാതെ കഴിയാമെങ്കിൽ ഈ ഉമ്മ അങ്ങനെ കഴിയണമായിരുന്നു. സ്ത്രീകളെ പടച്ചിട്ടുള്ളത് പുരുഷന്മാർക്ക് വേണ്ടിയും പുരുഷന്മാരെ പടച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുമാണ്. കുഞ്ഞുമോളെ, നീ നിൻ്റെ മാരന് ഒരു അടിമപ്പെണ്ണാവുക. എങ്കിൽ അയാൾ നിനക്ക് ഒരു വിധേയദാസനായിത്തീരും. 10 കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഭർത്താവിനെ പൂർണ്ണാർത്ഥത്തിൽ അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും നീ കുളിരണിയിക്കുക. ഒരിക്കലും നിന്നെ അയാൾ മോശം വേഷത്തിൽ കാണാനിടവരരുത്. നിന്നിൽ നിന്ന് ചീത്തഗന്ധം ശ്വസിക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ ഊണും ഉറക്കവും നോക്കലാണ്. നീണ്ട വിശപ്പ് കോപത്തെ കത്തിക്കും. ഉറക്കൊഴിവായാൽ സ്വാഭാവികമായും ദേഷ്യം വരും. അദ്ദേഹത്തിൻ്റെ സമ്പത്തും സന്താനങ്ങളും വേണ്ടവിധം പരിരക്ഷിക്കുക. സന്താന സംരക്ഷണത്തിൻ്റെ മർമ്മം നല്ല പരിചരണമാകുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ ധിക്കരിക്കാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കുകയും ചെയ്യുക. അദ്ദേഹം ദുഃഖിച്ചിരിക്കെ നീ സന്തോഷിക്കരുത്. അദ്ദേഹം സന്തോഷിക്കുമ്പോൾ നീ ദുഃഖിക്കുകയും ചെയ്യരുത്. ഉമാമയുടെ ഉപദേശങ്ങൾ ഉമ്മു ഇയാസിൻ്റെ മനം കവർന്നു. അവൾ ഭർത്താവിനെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാനായി കൊതിപൂണ്ടു. അങ്ങനെ അവരുടെ കല്യാണം നടന്നു.